വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതിന്റെ അങ്കലാപ്പിലാണ് മുന്നണികൾ. കാർഡിളക്കിയുള്ള പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനം പൊതുതെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞത് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാക്കുമോ എന്ന ആശങ്ക UDF ക്യാമ്പിലുണ്ട്. മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസമാണ് LDF NDA മുന്നണികൾക്ക്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗാണ് വയനാട്ടിൽ ഇക്കുറി രേഖപ്പെടുത്തിയത്. മണ്ഡലം രൂപീകരിച്ച ശേഷം ആകെ നടന്ന 5 തെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊഴികെ എല്ലാ തവണയും പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്ന പ്രവണതയാണ്. 2009-ൽ 74.14% പോളിംഗ് 2014-ൽ 73.25 2019-ൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ പോളിംഗ് 70.33% ഉയർന്നെങ്കിലും കഴിഞ്ഞ ലോക്സഭാ പൊതുതെരഞ്ഞെടുപ്പിൽ 73.57% കുറഞ്ഞു. ഇക്കുറി പോളിംഗ് 64.72 കുത്തനെ താഴ്ന്നതാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത്. ആകെ 8.85% കുറവാണ് ഇക്കുറി രേഖപ്പെടുത്തിയത്. തപാൽ വോട്ടുകളും ഹോം വോട്ടുകളും കൂടി എണ്ണുമ്പോൾ ചെറിയ വർധന ഉണ്ടാകാമെങ്കിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനയുണ്ടായില്ല. രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോഴുണ്ടാകാതിരുന്ന കെട്ടുറപ്പോടെയും ചിട്ടയോടെയുമാണ് ഇക്കുറി UDF ഉപതെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിനിറങ്ങിയത്. പ്രിയങ്കാ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനായി മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള പ്രമുഖ നേതാക്കളും രാജ്യത്തെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുമെല്ലാം എത്തിയ വൻ റാലിയാണ് വയനാട്ടിൽ നടന്നത്. നിയോജക മണ്ഡലങ്ങളിൽ MPമാർക്ക് നേരിട്ട് ചുമതല നൽകി. ബൂത്ത് തല കുടുംബ സംഗമങ്ങളിൽ വരെ AICC നേതാക്കൾ നേരിട്ട് പങ്കെടുത്തു. ചിട്ടയായ സ്ക്വാഡ് പ്രവർത്തനങ്ങളും നടന്നു. പോളിംഗ് കുറഞ്ഞത് പ്രിയങ്കയുടെ ഭൂരിപക്ഷം 5 ലക്ഷമാക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ തടസ്സമാകുമോ എന്ന ചോദ്യമാണ് UDF ക്യാമ്പിൽ ഉയർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത റാലിയിൽ വൻ ജനക്കൂട്ടത്തെ അണിനിരത്തിയതാണ് LDFന്റെ പ്രധാന പരിപാടികളിലൊന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മന്ത്രിമാരുടെ വൻ പട വയനാട്ടിലെത്തിയിരുന്നെങ്കിലും ഇക്കുറി അതൊന്നും ഉണ്ടായതുമില്ല. വയനാട്ടിൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പായതിനാലാണ് ആളുകൾ ബൂത്തിലെത്താതിരുന്നത് എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. അതേസമയം തങ്ങളുടെ വോട്ടുകൾ ഉറപ്പായും പോൾ ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ BJPക്ക് വോട്ട് ചെയ്യാതിരുന്നവരുടെ വോട്ടുകൾ കൂടി കൂടുതലായി ലഭിക്കുമെന്നും NDA നേതാക്കൾ പറയുന്നു. പ്രിയങ്കാ ഗാന്ധിയിലൂടെ UDF കുടുംബാധിപത്യത്തിന് ഊന്നൽ നൽകിയെന്ന തോന്നലാണ് വോട്ടർമാരെ ബൂത്തിൽ നിന്ന് അകറ്റിയത്. LDF പ്രചാരണവും നാമമാത്രമായി. ഇതെല്ലാം തങ്ങളെ തുണച്ചുവെന്നാണ് NDA നേതാക്കളുടെ അവകാശവാദം. അമൃത ന്യൂസ്, വയനാട്.